إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. തദ്കിറ ഓൺലൈൻ കോഴ്സിൻ്റെ തഫ്സീറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്ത് യാസീനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ആ ആയത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പറയുന്നത് അതിനുശേഷം ഇന്നാ ജഅൽനാ ഫി അഅനാഖിഹിം അഗ്ലാല എന്ന് തുടങ്ങുന്ന ആയത്ത് മുതലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫി അഅനാഖിഹിം അഗ്ലാല. ഈ വാക്കുകളുടെ അർത്ഥം ഇന്നാ ജഅൽന തീർച്ചയായും നാം ആക്കിയിരിക്കുന്നു, ഫി അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ, അഗ്ലാലൻ ചങ്ങലകളെ, കൂച്ചുവിലങ്ങുകളെ നാം ആക്കിയിരിക്കുന്നു. അവരുടെ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞത്. ആ ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ഈ കൂച്ചുവിലങ്ങുകൾ? ബി അൻ തളുമ്മ ഇലൈഹൽ ഐദി, കൈകൾ അവരിലേക്ക്, ആ കഴുത്തിലേക്ക് ചേരും. അപ്പൊ കൈ കഴുത്തിലേക്കാകുന്നതായ നിലയിലുള്ള കൂച്ചുവിലങ്ങുകൾ. കൈക്കല്ല വിലങ്ങ്, കയ്യെ കഴുത്തിലേക്ക് ചേർത്തി ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. കാരണം ലി അന്നൽ ഗുല്ല, ഈ കൂച്ചുവിലങ്ങ് എന്ന് പറഞ്ഞ സാധനം യജ്മഉൽ യദ, കയ്യെ ചേർക്കും, ഇലൽ ഉനുഖി കഴുത്തിലേക്ക്. കൈ കഴുത്തിലേക്കാക്കിയിട്ട് ഇങ്ങനെ കെട്ടുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുന്നതിനോ ആണ് കൂച്ചുവിലങ്ങ് എന്ന് പറയുന്നത്. ഫഹിയ, അപ്പോൾ ആ കൈകൾ, ഐദി മജ്മുഅത്തൻ, അതായത് കഴുത്തിലേക്ക് കെട്ടപ്പെട്ടതായ കൈകൾ, ഇലൽ അദ്ഖാനി, അവകൾ താടിയെല്ലുകളിലേക്ക്, ആ കൈകൾ താടിയെല്ലുകളിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ദഖന് എന്ന് പറഞ്ഞാൽ രണ്ട് താടിയെല്ലിൻ്റെയും സംഗമസ്ഥാനമാണ് ഇവിടെ. അപ്പൊ അതിലേക്ക് രണ്ട് കൈകളും ചേർന്ന് നിൽക്കുന്നു. ഫഹും മുഖ്മഹൂൻ, അവർ തല ഉയർത്തപ്പെട്ടവരായ നിലയിലാണ്. അപ്പൊ തല താഴ്ത്താൻ കഴിയാതെ താടിയെല്ലുകൾക്ക് മേലെ കൈ കൂച്ചുവിലങ്ങിട്ട കാരണത്താൽ തല എപ്പോഴും ഉയർത്തിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും ആ കാഫിര്യങ്ങൾ ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുന്നു. റാഫിഊന റൂസഹും, അവരുടെ തലകൾ ഉയർത്തിപ്പിടിച്ചവരായ നിലയിൽ. ലാ യസ്തതിഊന, അവർക്ക് സാധിക്കുകയില്ല, ഖഫ്ലഹ, ആ തലകളെ താഴ്ത്താൻ. തല താഴ്ത്താൻ കാരണം കൈ ചങ്ങലയിട്ട് കെട്ടി കഴുത്തിന് താടിയെല്ലിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട കാരണത്താൽ തല താഴ്ത്താൻ കഴിയാത്തവരായ അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വഹാദ, ഈ പറഞ്ഞത് തംസീലും, ഒരു ഉപമ പറയുകയാണ്. എന്താ ഈ ഉപമ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശ്യം? വൽ മുറാദ്, ഉദ്ദേശ്യം, അന്നഹും ലാ യുദ്ഇനൂന ലിൽ ഈമാനി, അവർ ഈമാനിന് കീഴ്പ്പെടുന്നില്ല, അവർ ഒരിക്കലും തന്നെ സത്യവിശ്വാസത്തിന് കീഴ്പ്പെടാതെ അഹങ്കാരത്തോടെ തല ഉയർത്തി നടക്കുകയാണവർ എന്നതിൻ്റെ ഒരു ഉപമ പറയുകയാണ് ഇവിടെ. വലാ യുഖ്ഫിളൂന റൂസഹും, അവരവരുടെ തല താഴ്ത്തി കൊടുക്കുന്നില്ല, ലഹു ഈമാൻ, അഥവാ ഒരു സുജൂദ് അവർ ചെയ്യുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ചെയ്യാനുള്ളൊരു മനോഭാവം, ആ ഒരു അവസ്ഥ അവർക്ക് വന്നെത്തുന്നില്ല. അവർ അഹങ്കാരികളായി ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്, അവിശ്വാസത്തിൽ മുഴുകി ജീവിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞ കൈകൾ കഴുത്തിലേക്ക് ചേർത്ത് താടിയെല്ലോട് ചേർത്തിയിട്ട് കെട്ടിയിടപ്പെടുന്ന, ചങ്ങലക്കിടപ്പെടുന്നതായ അവസ്ഥയിലായിരിക്കും അവർ എന്ന് പറയാൻ കാരണം. ഇനി മറ്റൊരു ഉപമ കൂടി പറയുകയാണ്. വജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. വജഅൽന, നാം ആക്കിയിട്ടുണ്ട്, മിൻ ബൈനി ഐദീഹിം സദ്ദ, അവരുടെ മുൻവശത്ത് മറ. ബൈന ഐദി എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നാണ് അർത്ഥം. ബൈന ഐദീഹിം, അവരുടെ മുൻഭാഗത്ത് സദ്ദൻ, ഒരു മറ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിൻഭാഗത്തും നാം ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ട്. സദ് എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന സാധനങ്ങൾ, ചലനം സാധ്യമാകാത്ത, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ തടസ്സം നിൽക്കുന്ന മറകളെയാണ് സദ് എന്ന് പറയുന്നത്. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അവരെ അന്ധരാക്കി. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല
ഇതും തംസീലുൻ ഐലൻ, ഇതും ഒരു ഉപമയാണ്. അഥവാ അവർ മുന്നിലും പിന്നിലും മറയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തൊട്ട് മുമ്പിലുള്ള, അവർ മുന്നിൽ പിന്നിൽ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നതിൽ മുഫസ്സിരിങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അഭിപ്രായം, മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ദുനിയാവാണ് ഉദ്ദേശം. തൊട്ട് മുന്നിൽ, അവരുടെ കൺമുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, സഹാബത്തുണ്ട്, ഖുർആൻ അവരുടെ മുമ്പിൽ ഇറങ്ങുന്നുണ്ട്. എന്നിട്ടും അവർ അതിൽ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാൻ അവർക്ക് എന്തോ തടസ്സമുള്ളതുപോലെ. അവരുടെ പിൻപിൽ മറ എന്ന് പറഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിൽ അവർക്ക് രക്ഷ ലഭിക്കാൻ പോകുന്നില്ല. അവരെ സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സ്വർഗപ്രവേശത്തെ സാധ്യമാക്കാത്ത ഒരു മറ അവർക്ക് പിന്നിലും ഇനി വരാനിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിന്റെ സൂചന എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അഥവാ ലിസദ്ദി തുറുഖിൽ ഈമാനി അലൈഹിം, അവർക്ക് മേൽ വിശ്വാസത്തിന്റെ പാതകൾ അത്രയും അടഞ്ഞുപോയിട്ടുണ്ട്. അവർ ഒരു നിലക്കും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. തൊട്ടു മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ഒരുപാട് മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വിശ്വസിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതും വിശ്വാസത്തിലേക്ക് അവർക്കുള്ള സർവ്വ വഴികളും അടഞ്ഞുപോയി എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വസ്സവാഉൻ അലൈഹിം, ഇനി നബി തങ്ങളോട് പറയുകയാണ്, വസ്സവാഉൻ അലൈഹിം, അവർക്ക് മേൽ സമമാണ്, തുല്യമാണ്. അൻദർതഹും, നബിയെ അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും, നരകത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അങ്ങ് മുന്നറിയിപ്പ് കൊടുത്താലും, ഇനി കൊടുക്കാതിരുന്നാലും, അംലം തുൻദിർഹും, ഇനി അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നാലും ലാ യുഅ്മിനൂൻ, അവർ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുകയില്ല. അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, അത് അവരിൽ ഒരു ഭാവഭേദവും ഉണ്ടാക്കുന്നില്ല, അവരിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറാവുകയില്ല. ഇന്നമാ തുൻദിറു, തീർച്ചയായും നബിയെ അങ്ങ് മുന്നറിയിപ്പ് നൽകേണ്ടത് ആർക്കാണ്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ, ഈ വിശുദ്ധ ഖുർആനിനെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്കാണ്. വഖശിയർ റഹ്മാന, റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്തു, ബിൽ ഗൈബി, അസാന്നിധ്യത്തിൽ. അള്ളാഹുവിനെ കണ്ടിട്ടില്ല എങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ അനുസരിക്കുകയും വിലക്കുകൾ വെടിഞ്ഞും ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ നബിയെ അങ്ങ് മുന്നറിയിപ്പ് നൽകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുന്നറിയിപ്പ് ഉപകാരപ്പെടുകയുള്ളൂ. മുന്നറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കണം, പക്ഷേ ഇത് ഉപകാരപ്പെടുന്നത് ആർക്ക് മാത്രമാണ്? വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുകയും അള്ളാഹുവിനെ അസാന്നിധ്യത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. അങ്ങനെയുള്ള ആളുകൾക്കോ ഫബശ്ശിറുഹു, നബിയെ അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് നൽകുക, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക. ബിമഗ്ഫിറത്തിൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തെക്കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വ അജ്രിൻ കരീം, ഉദാത്തമായ പ്രതിഫലവും ഉന്നതമായ പ്രതിഫലവും അവർക്ക് ലഭിക്കും എന്ന വിഷയത്തിൽ നബി അങ്ങ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എന്താണ് ഈ ഉന്നതമായ പ്രതിഫലം? വൽ ജന്നത്തു, അത് സ്വർഗമാണ്. അപ്പൊ അള്ളാഹു തആല മുഅ്മിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പ്രതിഫലം സ്വർഗമാണ്. സ്വർഗത്തിലാണ് പിന്നീട് അള്ളാഹുവിനെ കാണുക എന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമൊക്കെ ഉള്ളത്. ഏതനുഗ്രഹമാണെങ്കിലും നബിതങ്ങളുടെ സാമീപ്യമാണെങ്കിലും അള്ളാഹുവിന്റെ ലിഖാ ആണെങ്കിലും അത് സാധ്യമാകണമെങ്കിൽ സ്വർഗ്ഗലോകത്തെത്തുക എന്നുള്ളത് അനിവാര്യമാണ്. ആകയാൽ ഈ സ്വർഗ്ഗലോകം എന്നതാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലം. അതുകൊണ്ടാണ് തഫ്സീറിൽ ഹുവൽ ജന്നത്തു അജ്രിൻ കരീം, മാന്യമായ, മനോഹരമായ, ഉത്തമമായ, ഉത്കൃഷ്ടമായ ഒരു പ്രതിഫലവും ഉണ്ട് എന്ന് പറഞ്ഞതിന് ഹുവൽ ജന്നത്തു, ആ ഉത്കൃഷ്ടമായ പ്രതിഫലം, ആ ആദരണീയമായ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറയാനുള്ള കാരണം. ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇനി ഈ ബഹുദൈവ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥയും പിന്നീട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉന്നതമായ പ്രതിഫലവും വിശദീകരിച്ച ശേഷം അള്ളാഹു തആല പറയുന്നു, ഇന്ന നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാം ആണ് മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നത്. ലിൽ ബഅസി, പുനരുത്ഥാന സമയത്ത്. പുനരുത്ഥാന സമയം എന്ന് പറഞ്ഞാൽ മാനവരാശി മുഴുവനും മരിച്ചു മണ്ണടിഞ്ഞു പോയവരെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസം. അന്ന് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നാം ആണ്, അള്ളാഹു പറയുകയാണ്. വനക്തുബു, നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എവിടെ രേഖപ്പെടുത്തുന്നു? ഫിൽ ലൗഹിൽ മഹ്ഫൂദി, ലൗഹിൽ മഹ്ഫൂദിൽ നാം രേഖപ്പെടുത്തുന്നുണ്ട്. മാ ഖദ്ദമു, അവർ ഓരോരുത്തരും മരണപ്പെട്ടു പോയ ആളുകൾ ചെയ്തു വെച്ച സർവ്വകാര്യങ്ങളും, അഥവാ എല്ലാ മനുഷ്യരും ചെയ്യുന്ന സർവ്വകാര്യങ്ങളും അള്ളാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഫി ഹയാത്തിഹിം, അവരുടെ ജീവിതകാലങ്ങളിൽ അവർ എന്താണോ ചെയ്തത് അത് രേഖപ്പെടുത്തുന്നുണ്ട്. മിൻ ഖൈരിൻ വശർരിൻ, നന്മയാലും തിന്മയാലും. എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തുന്നത്? ലിയുജാസു അലൈഹി,
അതിൻ്റെ മേൽ അവർക്ക് ജസാ നൽകപ്പെടാൻ വേണ്ടി, പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി. നന്മ ചെയ്തവർക്ക് നന്മക്ക് തുല്യമായ പ്രതിഫലം, തിന്മ ചെയ്തവർക്ക് അതിന് തത്തുല്യമായ പ്രതിഫലം നൽകാൻ വേണ്ടി. തിന്മയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ശിക്ഷയായിരിക്കും. നന്മയുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും സ്വർഗ്ഗലോകവുമായിരിക്കും, അതിൽ ആനന്ദങ്ങളുമായിരിക്കും. അപ്പൊ ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് എന്തിനാ? അള്ളാഹു താലാക്ക് അല്ലാതെ തന്നെ ചെയ്തുകൂടെ? രേഖപ്പെടുത്തിയില്ലെങ്കിൽ മറന്നു പോകുന്നത് കൊണ്ടാണോ? അല്ല, മറിച്ച് ഓരോ വിശ്വാസിയെയും ഓരോ മനുഷ്യനെയും അള്ളാഹു വിചാരണക്ക് വിധേയനാക്കുകയും ആ വിചാരണ വേളയിൽ അവൻ ചെയ്ത കർമ്മങ്ങളുടെ രേഖ, അവന്റെ കർമ്മരേഖ അവന്റെ മുന്നിൽ തന്നെ വായിക്കാൻ കൊടുക്കപ്പെടുകയും ചെയ്യും. അവനത് വായിച്ചിട്ട് ഒന്നിനു പോലും അള്ളാഹു അന്യായമായല്ല എന്നെ ശിക്ഷിക്കുന്നത് എന്ന് ഓരോരുത്തരും ബോധ്യപ്പെടും. അതിനുവേണ്ടിയാണ്. അപ്പൊ ആസാറഹും, അവരുടെ കർമ്മങ്ങൾ മാത്രമല്ല അവരുടെ അനന്തര ഫലങ്ങളെയും, അതായത് മസ്തന്നായ ബിഹി ബാദഹും, അവർക്ക് ശേഷം അവർ ചെയ്തത് കണ്ട് മറ്റാരെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കാര്യങ്ങൾ അള്ളാഹു തആല രേഖപ്പെടുത്തി വെക്കും. അങ്ങനെയാണല്ലോ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ ഫലഹു വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം. ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങി വെച്ചാൽ, നല്ല കാര്യം തുടങ്ങി വെക്കുകയും അതനുസരിച്ച് വേറെ ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ തുടങ്ങി വെച്ചവന് പ്രതിഫലം ഉണ്ടാകും, പിൽക്കാലത്ത് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലവും ഇവനുണ്ടാകും. അതേസമയത്ത് ചീത്ത കാര്യമാണ് ഒരാൾ തുടങ്ങി വെക്കുന്നതെങ്കിലോ ആ ചീത്ത കാര്യം ചെയ്തതിന്റെ കുറ്റം അയാൾക്കുണ്ടാവും. അയാൾക്ക് ശേഷം ഇയാൾ ചെയ്തു വെച്ച് ഈ ചീത്ത കാര്യം കണ്ടിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ശിക്ഷ ഇയാൾക്കുണ്ടാകും. എന്നാൽ മറ്റുള്ളവർക്ക് ശിക്ഷ കുറയുമോ? അതുമില്ല. നേരത്തെ പറഞ്ഞെടുത്ത് മറ്റുള്ളവർ ചെയ്യുന്ന നന്മക്ക് പ്രതിഫലം കുറയൂല, എന്നാൽ അവർ ചെയ്തതിന്റെ തത്തുല്യമായ പ്രതിഫലം ഈ ആദ്യം ചെയ്ത ആൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഒരു കാര്യം നന്മയാണെങ്കിൽ ആ നന്മ കണ്ട് മറ്റാരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. നാം ചെയ്യുന്നൊരു കാര്യം തിന്മയാണെങ്കിൽ ആ തിന്മ കണ്ട് മറ്റൊരാൾ അതിനെ അനുവർത്തിച്ചാൽ അയാൾ ചെയ്യുന്ന തിന്മയുടെയും ഒരു കുറ്റം നമുക്കുണ്ടാകും. അങ്ങനെയാണ്. അപ്പൊ കൊലപാതകത്തിന്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഖാബീൽ, ആദ്യമായി മാനവരാശിയിൽ ആദ്യമായി ഒരു കൊലപാതകം നടത്തിയത് ഖാബീലാണ്. അപ്പൊ ലോകത്ത് നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ഒരു പങ്ക് ഖാബീലിനുണ്ടാകുമെന്ന് ഹദീസിലൊക്കെ കാണാം. അപ്പോ ഇതുപോലെ അവരുടെ കാലശേഷം അവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി മറ്റാരൊക്കെ എന്തൊക്കെ ചെയ്തോ അതും രേഖപ്പെടുത്തി വെക്കുകയാണ്. കാരണം അതിൻ്റെയും ശിക്ഷയും രക്ഷയും അതിൻ്റെ പ്രതിഫലവും പ്രതിക്രിയയും അവർക്ക് പിൽക്കാലത്ത് നൽകാൻ വേണ്ടി, പരലോകത്ത് നൽകാൻ വേണ്ടി എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു. വകുല്ല ഷൈഇൻ, സർവ്വകാര്യങ്ങളെയും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും, അഥവാ അവർ ജീവിതകാലത്ത് ചെയ്തതും മരണാനന്തരം അവരുടെ ചര്യയിൽ ആകൃഷ്ടരായി മറ്റുള്ളവർ ചെയ്തതും സർവ്വകാര്യങ്ങളെയും അഹ്സൈനാഹു, നാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലബത്നാഹു, നാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫി ഇമാമി മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ. ഇമാം എന്നതിന് ഇവിടെ അർത്ഥം രേഖ എന്നാണ്. ഇമാമി മുബീൻ ഐ കിതാബിൻ ബയ്യിനിൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്. ഹുവ, ആ ഗ്രന്ഥം അൽ ലൗഹുൽ മഹ്ഫൂദു, ലൗഹുൽ മഹ്ഫൂദാണ്. അല്ലാഹു തആല മനുഷ്യരുടെ സൃഷ്ടികർമ്മങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്ന രേഖ ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാവരുടെയും, ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന നാളിൽ വരാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുള്ള സർവരുടെയും സർവകർമ്മങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായി ഈ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. വദ്രിബ് ലഹും, ഇനി അവർക്ക് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഉപമിച്ചു കൊടുക്കുക. വദ്രിബ് ലഹും മസലൻ, അവർക്കൊരു ഉപമ പറഞ്ഞു കൊടുക്കുക. എന്ത് ഉപമയാണ്? അസ്ഹാബൽ ഖറയത്തി, ഒരു ഗ്രാമവാസികളുടെ സംഭവം, ഒരു ഗ്രാമീണരായ ആളുകളുടെ സംഭവം അവർ പറഞ്ഞു കൊടുക്കുക. ആ ഗ്രാമം എന്ന് പറയുന്നത് അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമമാണ്. അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ സംഭവിച്ചൊരു കാര്യം നബിയെ അങ്ങയുടെ കാലത്തുള്ള അവിശ്വാസികൾക്കും വിശ്വാസികൾക്കുമായി അങ്ങ് പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ അന്താക്കിയയിലുള്ള ഗ്രാമത്തിൽ സംഭവിച്ചത്? ഇദ് ജാഅഹ, ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ, ആര് വന്നപ്പോൾ? അൽ മുർസലൂൻ, അള്ളാഹുവിന്റെ ദൂതന്മാർ. ഇവിടെ ആ ഗ്രാമത്തിലേക്ക് വന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശവാഹകരായ ശിഷ്യന്മാരാണ് ഈ അന്താക്കിയ എന്ന ഗ്രാമത്തിലേക്ക് വരുന്നത്. അപ്പോൾ മുർസലൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാർ. അതുകൊണ്ടും അവർക്കും മുർസൽ എന്ന് പറയാം. ഈസാ നബി അലൈഹി സ്വലാം അവരെ അയച്ചതാണ്. അപ്പോൾ ഇവർ അയക്കപ്പെട്ടവർ എന്ന നിലയിൽ മുർസലൂൻ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിന്റെ സന്ദേശവുമായി അന്താക്കിയയിലേക്ക് വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ എന്ന് വേണം, അള്ളാഹുവിന്റെ ദൂതന്മാർ എന്ന് തന്നെ പറയാം. കാരണം ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൽപ്പന പ്രകാരമാണ് അവർ വന്നത്. ആ ദൂതന്മാരുടെ കഥ, അവർ വന്നപ്പോൾ ആ ഗ്രാമവാസികൾ അവരോട് പെരുമാറിയതിൻ്റെയും കഥ നബി അങ്ങ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വിവരിക്കുകയാണ്
ഇത് അർസൽന ഇലൈഹി മുസ്നൈനി, നാം അവരിലേക്ക് 2 ആളുകളെ അയച്ച സന്ദർഭം നബി അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. 2 ദൂതന്മാരെയാണ് ആദ്യമായിട്ട് അയക്കുന്നത്. ഫകദ്ദബൂഹുമ, അപ്പോൾ ഈ 2 ദൂതന്മാരെയും അന്താക്കിയക്കാർ അവിശ്വസിച്ചു, അവർ കളവാക്കി, നിങ്ങൾ ദൂതന്മാരല്ല എന്ന് പറഞ്ഞു. ഫഅസ്സസ്ന, അപ്പോൾ നാം ആ 2 ദൂതന്മാർക്ക് ശക്തി പകർന്നു. ബി സാലിസിൻ, 3-മതൊരാളെ കൂടി അയച്ചിട്ട്. ആദ്യം 2 ദൂതന്മാരെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞയച്ചത്, പിന്നീട് ഒരാളെ കൂടി അയച്ചു എന്ന് അള്ളാഹു തആല പറയുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അതുകൊണ്ടാണ് നാം അയച്ചു എന്ന് പറയുന്നത്. ഫഖാലു, അങ്ങനെ ഈ 3 പറഞ്ഞു, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും, നിങ്ങളിലേക്ക്, മുർസലൂൻ, ദൂതന്മാർ തന്നെയാണ്. അപ്പൊ ഖാലു, അന്താക്കിയക്കാർ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാർ മാത്രമാണ്. വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, റഹ്മാനായ അള്ളാഹു ഒന്നും അയച്ചിട്ടൊന്നുമില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കള്ളം പറയുകയല്ലാതെ വേറൊന്നും അല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരൊന്നും അല്ല എന്ന് അന്താക്കിയയിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച ദൂതന്മാരെ അവിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പോൾ ഖാലു, ഈ ദൂതന്മാർ പറഞ്ഞു, റബ്ബുനാ യഅലമു, ഞങ്ങളുടെ രക്ഷിതാവിന് അറിയാം. എന്തറിയാം? ഞങ്ങൾ അവരുടെ ദൂതന്മാരാണ്. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാണ് എന്നത് ഞങ്ങളുടെ റബ്ബിന് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞു. വമാ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യതയായിട്ടില്ല, എന്തല്ലാതെ, ഇല്ലൽ ബലാഗുൽ മുബീൻ, ദിവ്യമായ ഈ സന്ദേശം, തൗഹീദിന്റെ സന്ദേശം വ്യക്തമായ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലാതെ മറ്റൊരു ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അത് വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്ന ദൂതന്മാരാണ് എന്ന് ഈ 3 ആളുകൾ പറഞ്ഞു. അപ്പോൾ ഈ പോയ ദൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാം അയച്ച ദൂതന്മാരാണ്, അല്ലാതെ തന്നെ അവർ പ്രവാചകന്മാർ തന്നെയായിരുന്നു എന്ന അഭിപ്രായവും കാണാം. തഫ്സീറുൽ ഖുർത്തുബിയിലൊക്കെ കാണാം, അവർ തന്നെ പ്രവാചകന്മാരായിരുന്നു ഈ പോയ ആളുകൾ. ഇവരുടെ പേരുകൾ സ്വാദിഖ്, മസ്ദൂഖ്. ആദ്യം പോയ 2 ആളുകളുടെ പേര് സ്വാദിഖ് എന്നും മസ്ദൂഖ് എന്നുമാണ്. 3-മത് അല്ലാഹു തആല അയച്ച ആളുടെ പേര്, ഇവരെ ശക്തിപ്പെടുത്താൻ അയച്ച ആളുടെ പേര് ശംഊൻ എന്നുമാണെന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അപ്പൊ അതല്ല, അവരുടെ പേര് യോഹന്ന ബൗലുസ് എന്നാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അപ്പോസ്തലന്മാർ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഈ ജോൺ, പൗലോസ് എന്ന് പറയുന്ന 2 ശിഷ്യന്മാരുണ്ട്. അതാണ് എന്ന അർത്ഥത്തിൽ യുഹന്ന, ബൗലുസ് എന്നീ പേരുകളും കാണാം. എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് സ്വാദിഖ്, മസ്ദൂഖ് എന്നാണ്. സ്വാദിഖ്, മസ്ദൂഖ്, ശംഊൻ, ഇങ്ങനെ 3 പേരാണ് അന്താക്കിയയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇവർ ഈ അന്താക്കിയക്കാരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്? ബിൽ അദില്ലത്തിൽ വാളിഹത്തി, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൈവശമുണ്ട്. എന്താണത്? വഹിയ, അത് ഇബ്റാഉൽ അക്മഹി വൽ അബ്റസി വൽ മരീലി വ ഇഹ്യാഇൽ മയ്യിത്തി. അപ്പൊ കുഷ്ഠരോഗമുള്ളവനെയും വെള്ളപ്പാണ്ട് രോഗം ബാധിച്ചവനെയും അല്ലാത്ത രോഗികളെയൊക്കെ ചികിത്സിച്ച് സുഖപ്പെടുത്തുക. അവർ നേരെ മരുന്ന് കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ അവരുടെ കറാമത്തിലൂടെ, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരാണെന്ന നിലയിൽ അവരുടെ മുഅ്ജിസത്തിലൂടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. അതുപോലെ ഏറ്റവും വലിയ ഒന്ന് ഇഹ്യാഇൽ മയ്യിത്തി, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുകയും ചെയ്യുക. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല മുഅ്ജിസാത്തുകൾ നൽകുന്നത് അവർ നിയോഗിക്കപ്പെടുന്ന സമൂഹം ഏതൊരു കാര്യത്തിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, ആ മുന്നിട്ട് നിൽക്കുന്ന കഴിവുകളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ അതിനേക്കാൾ മേലെ നിൽക്കുന്ന മുഅ്ജിസത്തുകളാണ് അല്ലാഹു തആല ഓരോ പ്രവാചകന്മാർക്കും നൽകുക. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ സമൂഹം മാരണവിദ്യയിൽ, സിഹിർ വിദ്യയിൽ വലിയ പ്രാഗൽഭ്യം നേടിയ ഒരുപാട് ആളുകൾ ആ കാലത്തുണ്ടായിരുന്നു. സിഹിറിലൊക്കെ അവർ വലിയ തോതിലുള്ള വിശ്വാസങ്ങളുള്ള ആളുകളായിരുന്നു. അപ്പൊ ആ സിഹിറുകളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലാണ് സാഹിര്യങ്ങൾ കയറിട്ടപ്പോൾ പാമ്പ് പോലെ തോന്നിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടത് പാമ്പാവുകയും അപ്പോൾ അവർ സാഹിര്യങ്ങളുടെ പാമ്പുകളെ മുഴുവൻ വിഴുങ്ങുകയും എല്ലാ സഹറത്തും എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് ഫിർഔനിന്റെ മുന്നിൽ പറയുന്ന അവസ്ഥ വന്നു. അപ്പോൾ സാഹിര്യങ്ങൾ നിഷ്പ്രഭമാക്കുന്ന മുഅ്ജിസത്ത് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണെങ്കിൽ അറബ് സമൂഹം സാഹിത്യത്തിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന, ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. അപ്പൊ അറബികൾക്കിടയിൽ സാഹിതീയ ഭാഷാ ഭംഗി അതിനെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു.
പരിശുദ്ധ ഖുർആനിന് അത്രയും വലിയ സാഹിത്യമായ മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്നവരായിട്ട് പോലും അവർക്ക് ആർക്കും ഈ ഖുർആനിനെ കവച്ചു വെക്കും വിധത്തിലുള്ള ഒരു സാഹിതീയ രചന സൃഷ്ടിക്കാൻ അക്കാലം അത്രയും കഴിഞ്ഞില്ല എന്നത് തന്നെ ഖുർആൻ അവർക്ക് മുമ്പിൽ അവരുടെ സാഹിതീയ കഴിവുകൾക്ക് മേലെ മുഅ്ജിസത്തായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ പ്രബോധിത സമൂഹം ചികിത്സാ രംഗത്ത്, വൈദ്യരംഗത്ത് വളരെ ഉന്നതിയിലെത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു. ഒട്ടുമിക്ക രോഗങ്ങൾക്കും അവരുടെ അരികിൽ ചികിത്സയുണ്ടായിരുന്നു. എന്നാൽ വെള്ളപ്പാണ്ടിന്, കുഷ്ഠരോഗത്തിന് ഒന്നും അവരുടെ കയ്യിൽ ചികിത്സയില്ല. അപ്പോൾ അവർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? മുഅ്ജിസത്തിലൂടെയും കറാമാത്തിലൂടെയും ഈ ദൂതന്മാർ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. ഈസാ നബി അലൈഹി സ്വലാമും അങ്ങനെ തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? അന്ധന് കാഴ്ച കൊടുക്കുന്നു അള്ളാഹുവിന്റെ സമ്മതത്തോടെ, അല്ലെ? ആ കുഷ്ഠരോഗിയെ ഭേദപ്പെടുത്തുന്നു, വെള്ളപ്പാണ്ടുകാരനെ ഭേദപ്പെടുത്തുന്നു, മരിച്ചവനെ ജീവിപ്പിക്കുന്നു. ഇതെല്ലാം ഈസാ നബി അലൈഹി സ്വലാം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുഅ്ജിസത്തിലൂടെ ആ സമൂഹം ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന കാര്യങ്ങളുടെ മേലെ നിൽക്കുന്ന കഴിവുകൾ അള്ളാഹു തആല കൊടുത്തു. അതിലേറ്റവും വലുത് ഈ രോഗങ്ങളെല്ലാം ചികിത്സിച്ചു മാറ്റാമെങ്കിലും ഏത് രോഗത്തിന് മരുന്ന് കണ്ടെത്തിയാലും മരണത്തിൽ നിന്ന് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുകയുമില്ല. അതുകൊണ്ട് അള്ളാഹു തആല ഈ കഴിവ് കൂടി ആർക്ക് കൊടുത്തു? എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് അവർ സുഖപ്പെടുത്തിയാൽ പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അപ്പോഴും മേലെ നിൽക്കും. കാരണം ഇഹ്യാ ഉൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന കാര്യം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ എല്ലാതരം കഴിവുകളെയും അവരുടെ ആ സമൂഹം നേടിയിരുന്ന സർവ്വ കഴിവുകളെയും കവച്ചു വെക്കും വിധത്തിലുള്ള മുഅ്ജിസാത്തുകൾ പ്രവാചകന്മാർക്ക് അള്ളാഹു തആല നൽകിയിരുന്നു. അപ്രകാരം തന്നെയാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൂതന്മാരാണ് ഈ പോയ ആളുകൾ എന്ന നിലയിൽ അവരുടെ മുഅ്ജിസത്ത് എന്നല്ല, അവരുടെ കറാമാത്ത് എന്നാണ് പറയാം. അപ്പൊ ഈസാ നബിക്കും ഈസാ നബിയുടെ ശിഷ്യന്മാർക്ക് വരെ ഈ കഴിവ് അള്ളാഹു തആല നൽകിയിരുന്നു എന്നത് അവർക്ക് നൽകിയ ആദരവിന്റെ അടയാളവും കൂടിയാണ്.